സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ അധ്യക്ഷൻ ശ്രീ ഷജീർ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഈ രാജ്യത്തെ ഒരു മതേതര ബോധമുള്ള പൗരനും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കരിനിയമമാണ് ഈ രാജ്യത്തിന്റെ അടിത്തറ തന്നെ മാന്താൻ ശേഷിയുള്ള തരത്തിലുള്ള, ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന തരത്തിലുള്ള രാജ്യദ്രോഹപരമായ ഒരു നിയമമാണ് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്ന CAA എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 4 വർഷം മുമ്പ് 2019 ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ പാർലമെന്റ് കോൺഗ്രസിന്റെ അംഗങ്ങൾ അടക്കമുള്ള പ്രതിഷേധത്തിന്റെ ഇടയിൽ അവരുടെ എതിർത്തുള്ള വോട്ടിന്റെ ഇടയിൽ പോലും പാസാക്കിയ ആ നിയമം ഇപ്പോഴിതാ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ചുകൊണ്ട് നടപ്പാക്കാൻ വേണ്ടി മോദി ഗവൺമെന്റ് തയ്യാറായി കടന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ രൂപീകരിച്ച് അത് നോട്ടിഫിക്കേഷനിലൂടെ പുറത്തിറക്കിയിരിക്കുന്നു. എന്താണ് ഈ സാഹചര്യത്തിന്റെ അടിയന്തര സാഹചര്യം? മോദി സർക്കാർ വിശദീകരിക്കേണ്ട കാര്യമാണ്. രാജ്യത്തിന് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരുപക്ഷെ ദിവസങ്ങളോ ആഴ്ചകളോ മാത്രം ബാക്കി നിൽക്കെ, അതിന്റെ ഔപചാരികമായ പ്രഖ്യാപനം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എന്തിനാണ് തിരക്ക് പിടിച്ച് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഒരൊറ്റ ഉത്തരം, ഇങ്ങനെ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചാലല്ലാതെ നരേന്ദ്രമോദിക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ അയോധ്യയിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ ഒരുപാട് വോട്ടുകൾ ഉണ്ടാക്കാൻ നോക്കി, ഈ രാജ്യത്ത് വിഭാഗീയത സൃഷ്ടിക്കാൻ നോക്കി. അത് ഫലപ്രദമാവുന്നില്ല എന്ന് കാണുമ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറയുന്ന ഭീഷണിയുമായി വന്നു നോക്കി. അവിടെയും ഒരുപക്ഷെ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് വീണ്ടും തിരക്ക് പിടിച്ച് ഈ CAA അമെന്റ്മെന്റ് നിയമങ്ങൾ, അതിന്റെ ചട്ടങ്ങൾ അത് നടപ്പാക്കാൻ വേണ്ടി തയ്യാറായി കടന്നു വരുന്നത്. ഞങ്ങൾ പറയുന്നു, ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള മുഴുവൻ മനുഷ്യരും പറയുന്നു, ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമായിട്ടല്ല നമ്മൾ നോക്കിക്കാണുന്നത്. ഇത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രശ്നമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിനെതിരായി വരുന്ന വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന അത് വിഭാവനം ചെയ്യുന്നത് തുല്യതയുടെ ആശയമാണ്. ജാതിക്കോ മതത്തിനോ ഭാഷയ്ക്കോ ജീവിക്കുന്ന പ്രദേശത്തിനോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവേചനവും ഈ രാജ്യത്ത് ഒരാളും നേരിടേണ്ടി വരില്ല എന്ന് പറയുന്ന ഭരണഘടനയുടെ വാഗ്ദാനമാണ് നരേന്ദ്രമോദി അട്ടിമറിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പൗരത്വത്തിന് മതമൊരു മാനദണ്ഡമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഈ CAA അമെന്റ്മെന്റിൽ ഏതെല്ലാം രാജ്യങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ബംഗ്ലാദേശിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെട്ടിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുമായി ഇന്ന് പ്രായോഗിക അടിസ്ഥാനത്തിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല എന്നുള്ളത് ആദ്യം നമുക്കറിയാം. അവിടെ നിന്ന് അങ്ങനെയുള്ള അഭയാർത്ഥികളും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ തൊട്ട അയൽപക്ക രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ നിന്ന് നമ്മുടെ തമിഴ് വംശജരായ സഹോദരങ്ങളടക്കം 1 ലക്ഷത്തിലേറെ ആളുകൾ ഇവിടെ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട്. അവരെ ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല. പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പണ്ടത്തെ ബർമ, മ്യാൻമാർ, അവിടെ നിന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികളടക്കമുള്ള നിരവധി ആളുകൾ ഇന്ത്യൻ പൗരത്വം ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട്. അവരെ ഉൾപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് മനസ്സില്ല. 3 മുസ്ലിം രാജ്യങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന പേരിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കി ബാക്കിയുള്ള ആളുകളെ മാത്രം ഇതിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യൻ പൗരത്വത്തിന് ആദ്യമായി മതം ഒരു മാനദണ്ഡമാവുകയാണ്. വളരെ പച്ചയായി പറയുകയാണ്, ഹിന്ദുക്കൾക്ക് ഞങ്ങൾ പൗരത്വം കൊടുക്കും, ക്രിസ്ത്യാനികൾക്ക് ഞങ്ങൾ പൗരത്വം കൊടുക്കും, ബുദ്ധമതക്കാർക്കും പാഴ്സിമതക്കാർക്കും ജൈനമതക്കാർക്കും സിഖ് മതക്കാർക്കും ഞങ്ങൾ പൗരത്വം കൊടുക്കും, പക്ഷേ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ പതിറ്റാണ്ടുകളായി ഈ രാജ്യം സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ, ഇന്ത്യയുടെ ഭരണഘടനയിലൂടെ ഉറപ്പുവരുത്തിയ ആ മഹത്തായ ആശയങ്ങൾ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലം നമ്മൾ പടുത്തുയർത്തിയ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം, അതിനെയാണ് നരേന്ദ്രമോദി അട്ടിമറിക്കാൻ നോക്കുന്നത്. അതിനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ധ്രുവീകരണത്തിന് ഈ രാജ്യത്ത് വഴി തുറന്നുകൊണ്ട് ഈ രാജ്യം എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിച്ചത്, അതിന്റെ ആവർത്തനമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.